ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു എന്നെ അൻപോടു സ്നേഹിപ്പാൻ. എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? തൂയരെ തൂയാവിയേ, തൂയരെ തൂയാവിയേ, വറ്റാത്ത ഉറവയെ തേനീലും മധുരമേ, വറ്റാത്ത ഉറവയെ തേനീലും മധുരമേ, എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഒരു പ്രഭാതം കൂടി കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കുന്ന വലിയ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്രകാരം ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് സ്വർഗത്തിലെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ ഓർത്തുകൊണ്ട്, ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് ഈ പ്രഭാതം അനുഗ്രഹപൂർണമായി തീരുന്നതിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് ഈ ദിവസം ആരംഭിക്കാം. ഇന്ന് നമുക്ക് ചിന്തയ്ക്കായി നൽകിയിരിക്കുന്ന ഭാഗം സമീകരണം നിലനിർത്തുന്നു എന്ന ഭാഗത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതിനായി നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പേൻ. നമ്മൾ ഈ ഭാഗത്തെ ആസ്പദമാക്കി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇന്ന് ലോകത്തുള്ള പലരും ചിന്തിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്, അവരുടെ സൽപ്രവൃത്തികളിലൂടെ, നല്ല പ്രവൃത്തികളിലൂടെ അവർക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ സാധിക്കും എന്നാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരമാണ് പറയുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം: സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാകുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പിൻ. ഇവിടെ സ്നേഹത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു. ഇനി നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് ചിന്തിക്കുമ്പോൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ പ്രകാരമാണ് പറയുന്നത്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരമാണ് മുന്നറിയിപ്പ് നൽകുന്നത്: ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി എന്ന് ദൈവത്തിന്റെ വചനം പറയുന്ന. ഇവിടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ സൽപ്രവൃത്തികളാലല്ല, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാലാണ് രക്ഷിക്കപ്പെടുന്നത് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്ന. അപ്പോൾ ഒരിക്കലും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്നതിലൂടെ ക്രിസ്തു ഒരുക്കിയിരിക്കുന്ന ആ രക്ഷക പദ്ധതി കൃപയിലൂടെയാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം, അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ദൈവകൽപ്പന അനുസരിക്കണ്ടയോ എന്ന്. നമ്മൾ ദൈവകൽപ്പന അനുസരിക്കണം. കാരണം കർത്താവായ യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ദൈവകൽപ്പനകൾ ലംഘിക്കുകയാണ് എങ്കിൽ നമ്മൾ കൃപയിൽ നിന്നും വീണു പോകും. അല്ലെങ്കിൽ ദൈവകൽപ്പന അനുസരിക്കുന്നില്ല എങ്കിൽ മറ്റൊരു യാഗവും ശേഷിക്കാത്തത് കൊണ്ട് നമുക്ക് രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ
രക്ഷാപദ്ധതി ഒരുക്കിയിരിക്കുന്ന നമുക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ, നമ്മൾ സ്വർഗത്തിലേക്ക് പറന്നുയരണമെങ്കിൽ നമുക്ക് 2 ചിറകുകൾ വേണം, അല്ലെങ്കിൽ 2 തൂണുകൾ വേണം. ഒന്ന് ദൈവകൽപ്പനയും മറ്റൊന്ന് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും. അങ്ങനെ നമ്മൾ ദൈവകൽപ്പന അനുസരിക്കുന്നതിലൂടെയും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെയും മാത്രമേ നമുക്ക് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ദൈവം 2 കാലുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരു കാലിൽ നമുക്ക് അധിക സമയം നിൽക്കുവാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് 2 കാലുകൾ നമുക്കുള്ളതുപോലെ 2 തൂണുകളായിരിക്കുന്ന ദൈവകൽപ്പനയും കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലും മാത്രമേ നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം വിവിധ ദൂതുകളുടെ അവസാന ഭാഗത്ത് അതിൻ്റെ ആകത്തുകയായി ഇപ്രകാരം പറയുന്നു: ദൈവകൽപ്പനയും യേശുക്കളുടെ വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. അപ്രകാരം നമ്മൾ നമ്മുടെ സ്വന്തം പ്രവൃത്തികളിലൂന്നാതെ ശക്തനാക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയാൽ, ആ ക്രിസ്തുവിൽ വിശ്വസിച്ച് കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവകൽപ്പന അനുസരിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. അതിനായി ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകൾ അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിമയുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുന്ന് കൂടെ ഇരുന്ന് അനുഗ്രഹമേറിയ ഒരു ചിന്തകളെ നൽകിയിരിക്കുന്ന വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന. ഇതിന് പ്രകാരം അടിമയുടെ ജീവിതം ഈ പ്രഭാതം ആരംഭിക്കുവാനും അതിന് പ്രകാരം കർത്താവ് ഈ ദൈവകൽപ്പനയും യേശുക്കളുടെ വിശ്വാസവും കാത്തുകൊണ്ട് ഈ ദേശത്ത് വിശുദ്ധന്മാരായി അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ എൻ്റെ ദൈവവടികൾ ഇടയാക്കി അനുഗ്രഹിക്കണമെന്ന അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്ത നയിക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ ആമേൻ.